ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. കൗസല്യാപ്രിയമാത്മജം ഭക്താനുഗ്രഹകാതരം സീതയാ സഹിതം ദേവം ശ്രീരാമം തം ഭജാമ്യഹം. ജയ് ശ്രീറാം. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണത്തിലെ മനോഹരമായിട്ടുള്ള രംഗങ്ങളിൽ ഒന്നാണ് വിഭീഷണ ശരണാഗതി. നമുക്കറിയാം, വിഭീഷണൻ സാക്ഷാൽ രാവണൻ്റെ സഹോദരനാണ്. പക്ഷേ സാഹോദര്യം രാമായണത്തിൽ നമുക്ക് ഏറ്റവും ഉദാഹരിക്കുന്ന ഒരു ഭാവമാണ് സാഹോദര്യം. എന്നുവെച്ചാൽ സാക്ഷാൽ അനന്തൻ ലക്ഷ്മണ രൂപത്തിൽ ഭഗവൽ പാർഷദനെ പോലെ, സഹോദരനെ പോലെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭഗവൽ പാർഷദനെ പോലെ സദാ ശരണാഗതി പ്രാപിച്ചുകൊണ്ട് നടക്കുന്ന രൂപത്തിലാണ് അനന്തൻ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു സാഹോദര്യമാണ് ഇവിടെ കാണിക്കുന്നത് രാവണൻ്റെ രൂപത്തിൽ. രാവണന് സഹോദരന് സ്വന്തം രാജ്യം കൊടുക്കേണ്ടി വന്നാലോ എന്ന ഭീതി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വതവേ ഭയമില്ലാത്തവൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും ഭീതിയുള്ള കൂട്ടത്തിലായിരുന്നു. ഭയം അദ്ദേഹത്തിന് മറ്റൊന്നുമല്ല, രാജ്യത്തിനോടുള്ള ഭയം, അല്ലെങ്കിൽ രാജ്യത്തിനോടുള്ള ഭയമല്ല, രാജ്യത്തിനോടുള്ള അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അപ്പോൾ അധികാര ദുരാഗ്രഹം, അതാണ് വാസ്തവത്തിൽ മഹാകേമനായിട്ടുള്ള രാവണൻ. പണ്ഡിതനാണ്, ശിവഭക്തനാണ്. അങ്ങനെയുള്ള രാവണനെ പോലും ഭഗവാൻ നിഗ്രഹിക്കാൻ തീരുമാനിച്ചത് ഈ അധികാര ദുരാഗ്രഹം എന്ന ഏറ്റവും നീചമായ ഒരു ചിന്താ ശൈലി കൊണ്ട് രാവണൻ അധപ്പതിച്ചു. സ്വന്തം അനിയനെ വരെ, അല്ലെങ്കിൽ സഹോദരനെ വരെ വധിക്കാൻ തീരുമാനിച്ചു എന്നാണ്. എന്താ കാരണം? അത് വിഭീഷണൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. അപ്പോൾ ഈ സാഹോദര്യം കാരണം തനിക്ക് ഉള്ള അധികാരമുള്ള രാജ്യം രാവണൻ തൻ്റെ സഹോദരന് നൽകേണ്ടി വന്നാലോ എന്ന ഭയം. അപ്പോൾ സാഹോദര്യത്തിൻ്റെ മറ്റൊരു ഭാവമാണ് അത്. ഇപ്പുറത്ത് നമ്മൾ ഭഗവാന്റെ കൂടെ അവതരിച്ച് ആദിശേഷൻ്റെ ഭാവം കാണുന്നത് വളരെ നിഷ്കപടമായി ഭഗവാനെ പരിചരിക്കുന്ന അനന്തനെയാണ് നമ്മൾ കാണുന്നത്. എങ്കിൽ രാവണൻ്റെ കാര്യത്തിൽ നിഷ്കപടമായിട്ട് അനുചരിക്കുന്ന അനിയനെ ഒഴിവാക്കുന്ന ആളായിട്ടാണ് രാവണനെ നമ്മൾ കാണുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സാഹോദര്യഭാവം രാമായണത്തിൽ കാണാം. അപ്പോൾ ഈ വിഭീഷണൻ അദ്ദേഹം ആകാശമാർഗ്ഗെ വന്ന് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സുഗ്രീവാദികളൊക്കെ പറഞ്ഞു, ശത്രുക്കളാണ്, രാക്ഷസന്മാരാണ്, വിശ്വസിച്ചുകൂടാ. ആദ്യത്തെ കാര്യം രാക്ഷസൻ എന്നുള്ള രാക്ഷസകുലത്തിൽ പിറന്ന ആളാണ്, അതുകൊണ്ട് തന്നെ വിശ്വസിച്ചുകൂടാ. രണ്ടാമത്തേത് ശത്രുഭാവമാണ്, ശത്രുഭാവത്തിലുള്ള ആളാണ്, ശത്രുപക്ഷത്തുമുള്ള ആളാണ്. കാരണം മഹാശത്രുവായിട്ടുള്ള രാവണൻ്റെ സഹോദരനാണ്. അപ്പോൾ ഈ ശത്രുക്കളുടെ സഹോദരൻ ഏത് ഭാവത്തിൽ വന്നാലും നമ്മൾ സ്വീകരിക്കരുതെന്ന് സുഗ്രീവാദികൾ പറഞ്ഞു. കാരണം രാക്ഷസന്മാർ എന്ന് പറഞ്ഞാൽ തന്നെ ദുഷ്ടന്മാരാണ്, ദുഷ്ടനിഗ്രഹമാണല്ലോ അവിടുത്തെ ലക്ഷ്യം. അപ്പോൾ രാക്ഷസന്മാർ സ്വാഭാവികമായിട്ട് അവിടുത്തെ ശത്രുക്കളാണ് എന്ന് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ അതങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ മുഖവിലയ്ക്ക് എടുത്തില്ല എന്ന് വേണം പറയാൻ. കാരണം ഭക്തന്മാരുടെ വാക്കാണ് ഭഗവാന് പ്രാധാന്യം. അല്ലാതെ ഭക്തിയില്ലാതെ എല്ലാവരെയും സമനായിട്ടും സാഹോദര്യത്തെയും കാണുന്ന ആൾക്കാരെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുക എന്നും. അത് ഏത് ഭാവത്തിലായാലും ശരി, ഭഗവാൻ അതേ അംഗീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഭാവത്തിലാണ് ഇവിടെ വിഭീഷണൻ വന്നിരിക്കുന്നത്. ശരണാഗതി ആണല്ലോ വിഭീഷണൻ്റെ. അപ്പോൾ ഏത് രീതിയിലും വന്നാലും പ്രിയത്വം മാത്രം കണക്കാക്കുന്ന ആളെയാണ് ഭഗവാന് താല്പര്യം എന്നർത്ഥം.
അത് ശത്രുവായാൽ പോലും അത് ഭഗവാൻ അവിടെ തുറന്ന് പറയുന്നുണ്ട്. ശത്രുവാണെങ്കിലും ഒരു കപോതത്തിൻ്റെ ഒരു കപോത പക്ഷിയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടാണ് ഭഗവാൻ അത് ഉദാഹരിക്കണത്. കപോത പക്ഷി ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് ഭാര്യയെ വേടൻ കൊന്നു. വേടൻ ആ കാട്ടിൽ വിശ്രമിച്ചു. അതേ മരത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് കാണുകയാണ് ഈ കപോതം. നല്ല കാറ്റും മഴയും വന്നു. രാത്രിയായപ്പോൾ വേടന് തീ കത്തിക്കാൻ മാർഗ്ഗമില്ലാണ്ടായി. കാരണം ഈ പക്ഷിയെ ആ മാംസം വേവിക്കണമെങ്കിൽ തീയില്ല. അവസാനം ഈ കപോതം തന്നെ തീ കൊണ്ടു കൊടുത്തു. അവസാനം അദ്ദേഹത്തിന് വിശപ്പ് മാറിയില്ല എന്ന് കണ്ടപ്പോൾ കപോതം സ്വയം എടുത്തു ചാടി ആ തീയിലേക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശപ്പ് അടക്കി കൊടുത്തു എന്ന് ഒരു കഥ ഭഗവാൻ അവിടെ ഉദാഹരിക്കേണ്ട ഏറ്റവും എന്താ പറയുക, ഹൃദയത്തിൽ തൊടുന്ന ഒരു കഥയാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. ആ സുഗ്രീവനോട് ഭഗവാൻ പറയുന്നുണ്ട്. മാത്രമല്ല ഭക്തൻ്റെ വാക്ക് എന്നുള്ളത് ആഞ്ജനേയൻ പറഞ്ഞു. അത് ആഞ്ജനേയൻ എന്താ പറഞ്ഞത്? ആഞ്ജനേയൻ പറഞ്ഞു, ഒരു വംശത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിയും ദുഷ്ടനാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ വലിയ തത്വങ്ങളുണ്ട് ആ ആഞ്ജനേയ ശ്രീരാമ സംവാദത്തിൽ. ഹനുമാൻ സ്വാമികൾ പറയുന്നു, ഒരാൾ ഒരു വംശത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് തെറ്റുകാരനാവാൻ പോകുന്നില്ല. മാത്രമല്ല വിഭീഷണൻ നല്ല ആളാണെന്നാണ് റെക്കമെൻഡ് ചെയ്തു ഹനുമാൻ സ്വാമികൾ. അപ്പോൾ അത്തരത്തിൽ ഭക്തവാക്യം കേട്ടു ഭഗവാൻ. ഭക്തന് അദ്ദേഹത്തിനെ സ്വീകരിക്കണമെന്നാണ് പക്ഷം എന്ന് കണ്ടപ്പോൾ പിന്നെ ഭഗവാന് സംശയം ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് അനുചിതമായത് അല്ലെങ്കിൽ തനിക്ക് അഹിതമായത് ഭക്തൻ ചിന്തിക്കുകയോ പറയുകയോ ഇല്ല എന്ന് ഭഗവാന് നിശ്ചയമുണ്ട്. അപ്പോൾ ഭക്തവാക്യം കേട്ടു, ആഞ്ജനേയൻ്റെ വാക്ക് മനസ്സിലാക്കി ഭഗവാൻ പ്രവർത്തിച്ചു എന്നാണ്. അവിടെ നമുക്കെല്ലാവർക്കും കൂടി വിഭീഷണനെ സ്വീകരിക്കാം എന്നും പറഞ്ഞ് വിഭീഷണനെ സ്വീകരിച്ചു. വിഭീഷണനോട് ചോദിച്ചു, എന്താണ് ഇപ്പോൾ വന്ന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. വിഭീഷണൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ നോക്കിയിട്ട് അതിപ്പോൾ തിരിച്ചടിച്ച പോലെയായി. ഹിതമായത് ചെയ്യാൻ നോക്കി അഹിതമായി എന്നാണ്. എന്നുവെച്ചാൽ വിജ്ഞാനം ഉൾക്കൊള്ളാൻ വിജ്ഞാനം ഉപദേശിച്ചു ഞാൻ, പക്ഷെ അജ്ഞാനി ആയതുകൊണ്ട് അത് കേട്ടില്ല എന്നാണ് രാവണൻ. എത്ര വലിയ വിജ്ഞാനം നമ്മൾ അജ്ഞാനികൾക്ക് ഉപദേശിച്ചാലും അത് ശോഭിക്കില്ല. അവർ തിരിച്ച് നമ്മളെ അജ്ഞാനി ആയിട്ട് കണക്കാക്കുകയുള്ളൂ. അവസാനം നമുക്ക് സംശയവും ഏതാണ് ജ്ഞാനം വിജ്ഞാനം എന്നുള്ളത്. അപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുത്തു, അയാൾ ചെയ്യേണ്ടാത്തത് ചെയ്തു എന്നുള്ളതാണ് വിഭീഷണൻ പറഞ്ഞത്. സീതയെ തിരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്തപ്പോൾ വാളെടുത്ത് എൻ്റെ നേരെ ചാടി കൊല്ലാൻ നോക്കി. അപ്പോൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പോകുന്നതാണ് അടിയനെ രക്ഷിക്കണം എന്നുള്ളതായിരുന്നു വിഭീഷണൻ്റെ അഭ്യർത്ഥന. അതൊരു ഗംഭീര സ്തുതിയൊക്കെ ഉണ്ട് ഭഗവാനെ. ഏകദേശം ഭാഗവതത്തിലെ അക്രൂര സ്തുതിയുടെ ഒരു ശൈലിയിലുള്ള സ്തുതിയാണ്. എല്ലാം നീ തന്നെ എന്ന് സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ്. ത്വമഗ്നിർ ഭഗവാൻ അംബരീഷൻ്റെ സ്തുതിയിലൊക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിഭീഷണനെ സർവദാ ഭഗവാൻ സ്വീകരിക്കുകയാണ്. ഇതിലൊരു രാഷ്ട്രതന്ത്രം കൂടിയുണ്ട്. കാരണം മറുകണ്ഠം ചാടി വന്നിരിക്കുന്നത് തൻ്റെ ഭക്തൻ കൂടിയായിട്ടുള്ള വിഭീഷണനാണ്, അതായത് രാവണൻ്റെ സഹോദരനാണ്. അപ്പോൾ ഒരു സഹോദരൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കും മറ്റൊരാൾക്ക്. ഭഗവാൻ ആവശ്യം അത്തരത്തിലുള്ള ഒരാളായിരുന്നു. തൻ്റെ ശത്രുവിൻ്റെ ദൗർബല്യം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരാളെയാണ് ഭഗവാൻ അന്വേഷിച്ചത്. ആ കൃത്യമായിട്ട് ഭഗവാൻ വിഭീഷണനെ ലൊക്കേറ്റ് ചെയ്തു എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. ആ വിഭീഷണനെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു ഭഗവാൻ. ഇപ്പോൾ ഇവിടെ വിഭീഷണ ശരണാഗതി എന്നുള്ളതിൻ്റെ താല്പര്യം ശത്രുപക്ഷത്തിൽ നിന്ന് വന്നവൻ, തൻ്റെ അയാളുടെ അല്ലെങ്കിൽ ശത്രു വംശത്തിൽപ്പെട്ടവൻ എല്ലാമായിട്ടും ഭഗവാൻ ഭക്തി എന്ന ഒറ്റ കാരണത്തെ കൊണ്ട് വിഭീഷണനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുക ചെയ്തത്. അതാണ് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. ആ കപോത പക്ഷിയുടെ കഥ പറയാൻ കാരണം അതാണ്. ഒരു വംശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെയോ പേര് പറഞ്ഞ് നമ്മൾ സജ്ജനങ്ങളെ നിന്ദിക്കരുത്, തെറ്റിദ്ധരിക്കരുത് എന്ന് ഭഗവാൻ അവിടെ ഉപദേശിച്ചത് അതുകൊണ്ടാണ്.
പിന്നീട് നമ്മൾ കേൾക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള സേതുബന്ധനം ആണ്. സേതുവിനെ ബന്ധിച്ച കഥ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ലോക സാഹിത്യത്തിൽ തന്നെ രാമായണത്തിന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. സമുദ്രത്തെ ബന്ധിച്ച് പാലം പണിയാനുള്ള ടെക്നോളജി കൂടി അന്നത്തെ കാലത്ത് ഭഗവാൻ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നർത്ഥം. അതായത് ഒത്തൊരുമിച്ച് ഒരേ ഉദ്ദേശത്തോടു കൂടി മനഃശുദ്ധിയോടെ കർമ്മം ചെയ്താൽ അറ്റമില്ലാ സേതുവിനെയും ബന്ധിക്കാം. എന്നുവെച്ചാൽ സമുദ്രം എന്നുള്ളത് നമുക്കറിയാം അവസാനിക്കാത്തതാണ്. ആ സമുദ്രത്തെ പോലും ബന്ധിക്കാൻ പോകുന്നതാണ് മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഐക്യഭാവം എന്നുള്ളത്, നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ ഒരു കർമ്മത്തെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ ഉദ്ദേശശുദ്ധി ഉണ്ടെങ്കിൽ അതെത്ര സമുദ്രത്തോളം വലിപ്പമുള്ള കർമ്മമായാലും ശരി നമുക്കത് പരിപൂർണമാക്കാൻ സാധിക്കും എന്ന് നമുക്ക് സേതുബന്ധനം കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ആലോചിക്കാം, ത്രേതായുഗത്തിൽ അന്ന് ഭഗവാൻ പണി കഴിപ്പിച്ച സേതുവിൻ്റെ ബാക്കി ഇന്നും ഉണ്ടെങ്കിൽ എത്ര കണ്ട് ഉറപ്പുള്ളതായിരിക്കും ആ സേതു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ ദിവസം 14 യോജന, രണ്ടാമത്തെ ദിവസം അത് 20 യോജനയിലേക്ക് എത്തി, മൂന്നാം ദിവസം ആകുമ്പോൾ 21 ആയുള്ളൂ. കാരണം അപ്പോഴേക്കും ആഴം കൂടി സമുദ്രത്തിൻ്റെ എന്നൊക്കെ നമുക്ക് രാമായണത്തിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ സുഗ്രീവൻ തൻ്റെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരെയും കൂട്ടി വന്നത്. അതിനു മുമ്പായിട്ട് ശുകബന്ധനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ. രാക്ഷസഭാവത്തിൽ വന്ന് രാവണൻ്റെ സന്ദേശവുമായി തിരിച്ചു വന്നു ശുകൻ. അതായത് രാവണനെ ആയിട്ടുള്ള യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാനുള്ളൊരു ഉദ്ദേശത്തിൽ. അങ്ങനെയാണ് ശുകനെ എല്ലാവരും കൂടി പിടിച്ചു കെട്ടണത്. വാനരന്മാരൊക്കെ കൂടി പിടിച്ചു കെട്ടി. അപ്പോൾ ശുകനെ വിടാനും ഭഗവാൻ പറഞ്ഞു. അവിടെയും പറഞ്ഞു, അവിടെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാർ ശത്രുവാണെങ്കിലും ശരി ആശ്രിതരെ ഒരിക്കലും ഉപദ്രവിക്കരുത്. കാരണം ആശ്രയഭാവം ഉണ്ടാവുന്നത് ദൈന്യത കൊണ്ടാണ്. ഭഗവാനോട് ദൈന്യത എന്നുള്ള വാക്ക് തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരാൾ ദീനനാവുന്നത് കൊണ്ടാണ് ഒരാൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ ദൈന്യത മുതലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ദൈന്യതയെ മുതലാക്കി ഒരു ഹീറോയിസം അത് പാടില്ല എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. അപ്പോൾ ആ ഭഗവാന്റെ ഉപദേശപ്രകാരം ശുകനെ വിട്ടയച്ചു. അതിനുശേഷം 3 ദിവസം വ്രതമനുഷ്ഠിച്ചിട്ടാണ് ഭഗവാൻ സേതുബന്ധനത്തിന് തയ്യാറായത്. 3 ദിവസവും വ്രതം അനുഷ്ഠിച്ചിട്ടും ഉപവാസം അനുഷ്ഠിച്ചിട്ടും എന്താ പറയുക, ഉപാസന ചെയ്തിട്ടും സമുദ്രം ഒന്ന് അനങ്ങിയില്ല എന്നാണ് പറയണത്. അപ്പോഴാണ് ദേഷ്യം വന്നത് ഭഗവാന്. കാര്യം എൻ്റെ കുലത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് സമുദ്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. സാഗരന്മാരാണല്ലോ, അല്ലെങ്കിൽ സഗരന്മാരാണല്ലോ. സഗരപുത്രന്മാരാണ് സമുദ്രത്തിന് കാരണക്കാരൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ സഗരപുത്രന്മാർ തൻ്റെ വംശക്കാർ തന്നെയാണ്, സൂര്യവംശത്തിൽപ്പെട്ടവർ തന്നെയാണ്. ആ സൂര്യവംശത്തിൽപ്പെട്ട സഗരന്മാരുണ്ടാക്കിയ സമുദ്രത്തെ മുഴുവൻ താൻ കത്തിച്ച് കളയും, അതില്ലാതെയാക്കാനും തനിക്കറിയാം എന്ന് ഭഗവാൻ അസ്ത്രമെടുത്ത് പുറപ്പെട്ടപ്പോഴാണ് വരുണൻ വന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കുന്നത്. വരുണനോടെ ഗംഭീരമായിട്ടുള്ള സ്തുതിയുണ്ട് വരുണൻ്റെ. നിർഗുണനായിട്ടുള്ള ഭഗവാൻ ഗുണങ്ങളെ സൃഷ്ടിച്ചതിൽ താമസ ഗുണമാണ് സമുദ്രത്തിന് നൽകിയതെന്നും ആ താമസ ഗുണത്താൽ ആണ് ഇങ്ങനെ ആയതെന്നും അതുകൊണ്ട് ക്ഷമിക്കണം എന്നൊക്കെ വരുണൻ ചെയ്യുന്നൊരു സ്തുതി അവിടെ കാണാം നമുക്ക്. അപ്പോൾ സമുദ്രത്തെ തൻ്റെ അധീനതയിലാക്കി ഭഗവാൻ ആ സമുദ്രത്തെ ബന്ധിക്കാനായി വാനരസേന. അപ്പോൾ അവിടെ വരുണൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ സെലക്ട് ചെയ്തു അവിടെ. ഈ നളൻ വിശ്വകർമാവിൻ്റെ പുത്രനാണ്. അപ്പോൾ വിശ്വകർമാവിൻ്റെ പുത്രനായിട്ടുള്ള ഈ നളൻ തന്നെ ഏതായാലും സൃഷ്ടിയിൽ നളനൊരു വാസനയുണ്ട്. എൻജിനീയറിങ്, ഇന്നത്തെ ഭാഷയിൽ എൻജിനീയറിംഗ് ആണ്. ആ എൻജിനീയറിങ്ങിൽ നളന് ഒരു വാസനയുണ്ട്, സ്വാഭാവികമായിട്ടുള്ള വാസനയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ദേവശില്പിയാണ്. പ്രപഞ്ചത്തെ
ഇങ്ങനെ മഹത്തായ എഞ്ചിനീയറിങ്ങിലൂടെ മനോഹരമാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ദേവശില്പിയുടെ പുത്രനായതുകൊണ്ട് ഇദ്ദേഹത്തിന് തന്നെ അത് ഏൽപ്പിക്കാം എന്നുള്ള രീതിയിലാണ് നളനെപ്പോലെ മുട്ടയുള്ള ഉയരമുള്ള കപികൾ വാനരന്മാർ അനായാസേന പർവ്വതങ്ങളെ പാറകഷ്ണങ്ങളെ കൊണ്ട് സമുദ്രം ബന്ധിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങി. അവർക്ക് വിശ്വാസം ഭഗവാനെയായിരുന്നു. ഭഗവാൻ ഇനി നാളെ ചന്ദ്രനെ പിടിച്ചുകൊണ്ടിരണമെന്ന് പറഞ്ഞാൽ അതിനും അവർ തയ്യാറാണെന്നർത്ഥം. അപ്പോൾ ആ ഭഗവാനിലുള്ള ഈശ്വരനിലുള്ള ഉറച്ച വിശ്വാസം, അത് അനുഭവം കൊണ്ടുണ്ടായതാണ്. ആ ഉറച്ച വിശ്വാസം കൊണ്ടാണ് അവരതൊക്കെ ചെയ്യണത്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം 14 യോജന പണി കഴിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുറച്ച് ദുഷ്കരമായി, കാരണം ആഴം കൂടി വന്നു സമുദ്രത്തിന്. അപ്പോൾ 2-ാം ദിവസം 20 ആയി, 3-ാം ദിവസത്തേക്ക് 21 ആയുള്ളൂ, 4-ാം ദിവസത്തേക്ക് 22 ആയുള്ളൂ. 5-ാം ദിവസം ആകുമ്പോഴേക്കും പക്ഷേ സ്പീഡ് കൂടി. അതിൻ്റെ ഈ പ്രതിസന്ധികൾ വരണ സമയത്ത് ആർജവം കൂടും സാധാരണ മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ പ്രയത്നം ചെയ്യുന്നവർക്ക്. ഈ പ്രയത്നം ചെയ്യുന്നവർക്ക് പ്രതിസന്ധികൾ തടസ്സമല്ല. പ്രതിസന്ധികൾ വരുമ്പോൾ അവരത് ഏറ്റവും അധികം സന്തോഷത്തോടെ ഏറ്റെടുക്കും. എന്നിട്ട് ആർജവത്തോടെ ആ പ്രതിസന്ധിയെ തരണം ചെയ്യും. അതാണ് നല്ല ശ്രമാലു ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ എന്നല്ല, ഏതൊരു കർമ്മയോഗിയുടെയും പ്രത്യേകത. അപ്പോൾ ആ ശ്രമം ചെയ്യുന്ന ആളുകൾക്ക് പ്രതിസന്ധികൾ എന്നുള്ളത് ഒരു ആസ്വാദനമാണ്. അവിടെയും ഈ വാനരപ്പടയുടെ ആസ്വാദനമാണ് നമ്മൾ കാണാൻ. അവരുടെ ഐക്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അതാണ്. ഒത്തുപിടിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ വാഹനങ്ങൾ അയക്കുന്ന ആർജവമുണ്ട് മനുഷ്യന്. സംഗതി ഇവിടെ ഐക്യത്തോടു കൂടി കഴിയാനൊന്നും സാധിക്കില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ മനുഷ്യന് കൊടുത്തിരിക്കുന്ന വിശേഷ ബുദ്ധി, അത് ആ വിശേഷ ബുദ്ധി പ്രകാരം ഉദ്ദേശശുദ്ധിയോടെ ഈശ്വരാർപ്പണത്തോടെ ഒരു കർമ്മം ചെയ്യാൻ തുനിഞ്ഞാൽ ഏത് സേതുവിനെയും നമുക്ക് ബന്ധിക്കാമെന്ന് ഈ സേതുബന്ധനം എന്ന ലീലയിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. അവിടെ സേതുബന്ധനത്തിന് തയ്യാറായപ്പോൾ തന്നെ ഭഗവാൻ പറഞ്ഞു, ഇതുവഴി നേരെ കാശിയിൽ ചെന്ന് ഗംഗാസ്നാനം ചെയ്ത് ഗംഗാസലിലം തിരിച്ചു കൊണ്ടുവന്നാൽ അവൻ ഇവിടെ രാമേശ്വരന് അഭിഷേകം ചെയ്താൽ അവൻ മുക്തിക്ക് വേറെ എവിടേക്കും പോകണ്ടെന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ട്. അവിടെ രാമേശ്വര സ്നാനം കഴിഞ്ഞ് രാമേശ്വരനെ വന്ദിച്ച് നേരെ കാശിയിൽ ചെന്ന് കാശിനാഥനെ വന്ദിച്ച് ഗംഗാ തീർത്ഥം കൊണ്ട് തിരിച്ചു വന്ന് രാമേശ്വരനെ അഭിഷേകം ചെയ്യാം. അതോടുകൂടി ആ വ്യക്തി മുക്തിക്ക് പാത്രനായി തീരും എന്ന് ഭഗവാൻ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അത്രയും മഹിമയാണ് ഈ സേതുബന്ധനത്തിൻ്റെ. അതിൻ്റെ തുടക്കഘട്ടം ആണല്ലോ രാമേശ്വരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൊക്കേഷനാണല്ലോ രാമേശ്വരം. അപ്പോൾ രാമേശ്വരത്ത് ഭഗവാൻ 3 ദിവസം മഹാദേവനെ തപസ് ചെയ്തു. എന്നിട്ടാണ് സേതുവിനെ ബന്ധിച്ചതെന്നൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഉപാസനയും ഉപവാസവും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടെ മഹാദേവനെ പ്രാർത്ഥിച്ച് തയ്യാറായത്. അപ്പോൾ ആ രാമേശ്വര മാഹാത്മ്യം അവിടെ ഭഗവാൻ കുറച്ചൊന്ന് പറയുന്നുണ്ട്. കാരണം രാമേശ്വരൻ തന്നെയാണ് കാശിനാഥൻ. അപ്പോൾ കാശിനാഥനെയും രാമേശ്വരനെയും ഒരുമിച്ച് ഇന്നും നമുക്കറിയാം, പലർക്കും അറിയാം. അത് പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ചുമുണ്ട്. രാമേശ്വരത്ത് നിന്ന് നേരെ ടിക്കറ്റ് എടുത്ത് ചെന്നൈ വഴി കാശിയിൽ ചെന്ന് കുളിച്ച് ഗംഗാതീർത്ഥം തിരിച്ചു കൊണ്ടുവരുന്ന ആളുകളെ നമുക്കിന്നും കാണാം. അതാണ് തീർത്ഥാടന മഹാത്മ്യം എന്നുള്ളത്. അതും ഭഗവാൻ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സേതു ബന്ധിച്ച് ലങ്കയിലേക്ക് ഭഗവാൻ എത്തിച്ചേരാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ശുകനെ തിരിച്ച് പറഞ്ഞയക്കുന്ന രംഗം ഒക്കെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സേതുബന്ധനത്തിൽ ഇതാണ് പ്രധാന നമുക്ക് ഉൾക്കൊള്ളാവുന്ന സന്ദേശം. മനഃശക്തിയും നിശ്ചയദാർഢ്യവും ഈശ്വരാർപ്പണവും ഉദ്ദേശശുദ്ധിയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമുദ്രത്തെയും ബന്ധിക്കാനോ തരണം ചെയ്യാനോ അസാധ്യമല്ല എന്ന്
അവിടെ സൂചിപ്പിച്ചുകൊണ്ടാണ് സേതുബന്ധനം സമർപ്പിക്കുന്നത്. അവിടെ ഭഗവാൻ പറഞ്ഞയച്ച ശുകൻ വീണ്ടും രാവണൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ നമുക്ക് സത്സംഗത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാവും. ഈ ശുകൻ രാക്ഷസനായിട്ട് ജനിച്ചതാണ്. അത് പൂർവവൃത്താന്തം അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ മുമ്പിലെത്തി ഭഗവാനുമായിട്ടുള്ള ആ ഒരു കുറച്ച് നേരത്തെ ബന്ധം, വാനരന്മാരൊക്കെ കൂടി കൊല്ലാൻ ശ്രമിച്ചതാണ് ശുകനെ. പക്ഷേ അവിടെ ഭഗവാനാണല്ലോ രക്ഷിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, ശത്രുവായാലും മിത്രമായാലും ആശ്രയം പ്രാപിക്കുന്നവരെ കൊല്ലരുത്. അത് ഭഗവാൻ അവിടെ പറഞ്ഞത് പ്രകാരമാണ് അയാളെ വെറുതെ വിട്ടത് ശുകനെ. അപ്പോൾ ശുകൻ തിരിച്ചെത്തുമ്പോഴേക്കും ഭാവം മാറി. രാവണൻ്റെ ചാരനായിട്ടാണ് പോയത്. അങ്ങോട്ട് ചെന്നത് ചാരനായിട്ടാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഭക്തനായി ആൾ. അവിടെ രാവണനോട് ശുകൻ പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്ന് ഇതൊക്കെ പറഞ്ഞു. ഗംഭീരന്മാരായിട്ടുള്ള ആ കവി അവിടെ കൃത്യമായിട്ട് വിവരിച്ച് പറയുന്നുണ്ട്. ശുകൻ, മൈന്ദൻ, അതുപോലെ ദ്വിവിധൻ, അതുപോലെ നളൻ, നീലൻ, അംഗദൻ, സുഗ്രീവൻ, അതുപോലെ താരാപുത്രന്മാർ, ഇവരൊക്കെ വിസ്തരിച്ച് ഇതുപോലെയുള്ള വാനരന്മാരുണ്ടായാൽ ലോകം തന്നെ അനായാസേന കീഴടക്കാമെന്നാണ് ശുകൻ പറയണത്. അപ്പോൾ അത്രയും ഭീകരന്മാരായിട്ടുള്ള വാനരന്മാരെന്നെ പിടിച്ച് എന്നെ കൊല്ലാൻ വളരെ അനായാസന സാധിക്കും അവർക്ക്. പക്ഷെ അതിൽ നിന്ന് എന്നെ രക്ഷിച്ച് ഭഗവാൻ വെറുതെ വിട്ടയച്ചു. അതൊരു ഉദ്ദേശമുണ്ട്. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പത്നി ജാനകിയെ എത്രയും പെട്ടെന്ന് തിരിച്ച് സമർപ്പിച്ച് രക്ഷപ്പെട്ടോളാൻ പറയാം രാവണനോട്, അല്ലെങ്കിൽ യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് രാവണനെ അറിയിക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ശുകൻ പറയാണ്, ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം അതാണ്. കാരണം ഭഗവാനെ തോൽപ്പിക്കാൻ, രാമനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഈശ്വരാവതാരമാണ്. അത് വെറുതെ മൂഢചിന്തയാണ് രാമനെ തോൽപ്പിച്ച് സീതയെ സ്വന്തമാക്കാം എന്നുള്ളത്. അതുകൊണ്ട് അവിടുന്ന് എത്രയും പെട്ടെന്ന് സീതയെ കാഴ്ചവെച്ച് തിരിച്ച് ഏൽപ്പിച്ച് സമസ്താപരാധം പറഞ്ഞ് പോരുകയാണ് വേണ്ടതെന്നാണ് എൻ്റെയും അഭിപ്രായം എന്ന് സത്സംഗത്തിൻ്റെ മാഹാത്മ്യം. ഭഗവാനുമായിട്ടുള്ള ചെറിയ നിമിഷ നേരത്തെ സംഘം കൊണ്ട് ചാരനായിട്ടുള്ള ആൾ ഇങ്ങോട്ട് മാറി. രാവണൻ്റെ ചാരനായിട്ടുള്ള ശുകനിപ്പോൾ ഭഗവാന്റെ ചാരൻ്റെ പ്രവൃത്തിയാണ് ചെയ്തത്. ഏതായാലും ഈ ശുകനൊരു പൂർവ്വവൃത്താന്തമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അനുഗ്രഹമുണ്ട്, ശാപമുണ്ട്. നമുക്ക് കഥാപാത്രങ്ങളുടെ പ്രവൃത്തി എന്നറിയാമല്ലോ. നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോഴായാലും എപ്പോഴായാലും ഇത് ഒരു പൂർവ്വവൃത്താന്തം കൊണ്ടാണ് ഒരാൾ നശിക്കുന്നതും നന്നാവണതും. ഗജേന്ദ്രൻ്റെ കഥയായാലും ഇനി മുതലയുടെ കഥയായാലും നമുക്കറിയാം, ഒരാളുടെ പൂർവജന്മ കർമ്മമാണ് അയാളെ നന്നാക്കണതും ചീത്തയാക്കണതും. അപ്പോൾ ഇവിടെ ഇതുപോലെ ഈ ശുകനുണ്ട് ഒരു പൂർവ്വവൃത്താന്തം. അദ്ദേഹം മഹാസജ്ജനമായിരുന്നു, മഹാജ്ഞാനിയായ മഹാഭക്തനായിട്ടുള്ള സജ്ജനായിരുന്നു, ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹം. ശുകൻ തന്നെയാണ് പേര്. അപ്പോൾ ആ ബ്രാഹ്മണ പത്നി സമേതം ഗാർഹസ്ഥ്യ ജീവിതം വളരെ സമന്വിതമായിട്ട് വളരെ ധാർമ്മികമായിട്ട് ജീവിച്ചു വരുന്നത്. ആ സമയത്താണ് അഗസ്ത്യൻ വന്നത്. അഗസ്ത്യൻ വന്ന് അഗസ്ത്യൻ ആതിഥ്യം കൊടുക്കാൻ തയ്യാറായപ്പോൾ അഗസ്ത്യൻ കുളിക്കാനായിട്ട് പോയി. ഈ സമയത്ത് വജ്രദംഷ്ട്രൻ ഒരസുരനാണ്. അയാൾ അഗസ്ത്യൻ്റെ വേഷം കെട്ടിയിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, എനിക്ക് മാംസഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ശുകൻ വിചാരിച്ചു ഒറിജിനൽ അഗസ്ത്യനായിരിക്കും പറഞ്ഞതെന്ന് വിചാരിച്ച് അദ്ദേഹം മാംസം വിളമ്പി. പക്ഷേ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയുടെ വേഷത്തിലും ഇവൻ വന്ന് മനുഷ്യമാംസം അവിടെ തയ്യാറാക്കി വെച്ചു. അപ്പോൾ അഗസ്ത്യ മഹർഷി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് മാംസഭക്ഷണം വിളമ്പിയിരിക്കുന്നു, അതും മനുഷ്യമാംസം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വന്ന് അദ്ദേഹം ശപിക്കുകയും ചെയ്തു. മർത്യമാംസം എനിക്ക് വിളമ്പിയ നീ മർത്യൻ്റെ മാംസം തിന്ന് ജീവിക്കുന്ന ഒരാളായി പോകട്ടെ എന്നും പറഞ്ഞ് ശപിക്കുകയുണ്ടായത്. അങ്ങനെയാണ് സാക്ഷാൽ ബ്രാഹ്മണനായിട്ടുള്ള ശുകൻ
രാക്ഷസനായിട്ടുള്ള ശുകനായിട്ട് വന്ന് ഭവിക്കുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം പറയുകയും ചെയ്തു, ആ ശാപം കിട്ടിയ സമയത്ത് എൻ്റെ കഷ്ടകാലം എന്നല്ലാണ്ട് എന്ത് പറയാൻ, അങ്ങ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ മാംസം വിളമ്പിയത് എന്ന് പറയണം. അപ്പോഴാണ് അഗസ്ത്യൻ മഹർഷി മനസ്സിലായത് ഇതിലെന്തോ ഒരു മായ നടന്നിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ തെറ്റല്ല എന്ന് അഗസ്ത്യന് ബോധ്യം വന്നത്. അപ്പോഴാണ് ശാപമോക്ഷം കൊടുത്തത്. നീ രാക്ഷസനായിട്ടിരിക്കുന്ന സമയത്ത് രാവണന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. ആ രാവണൻ്റെ ചാരനായിട്ട് നീ പോകേണ്ടി വരും രാമസമക്ഷത്തേക്ക്. ആ രാമസമക്ഷത്ത് നീ എത്തുന്നത് കൊണ്ട് നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് ശാപമോക്ഷം അവിടെ അഗസ്ത്യ മഹർഷി നൽകി. ആ ശുകനാണ് ഇപ്പോൾ താൻ ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലവും ഒപ്പം സജ്ജനത്തിൻ്റെ സത്സംഗത്തിൻ്റെ ഫലവുമായിട്ട് രാവണനോട് നീതി പറയുന്നത്, അതായത് ജ്ഞാനത്തെ ഉപദേശിക്കുന്നത് രാവണനോട്. സർവചരാചര സ്വരൂപിയായിട്ടുള്ള ഭഗവാനോട് വെറുതെ യുദ്ധത്തിന് നിൽക്കണ്ട, അങ്ങ് വേഗം കീഴടങ്ങൂന്ന് ഇതാ പറയുന്ന രംഗം. അതിനുശേഷം മാല്യവാൻ വന്നിട്ട് പറഞ്ഞു, ഈ സീതാദേവിയെ നീ ഇവിടേക്ക് കൊണ്ടുവന്ന നിമിഷം മുതൽ ഇവിടെ മുഴുവൻ അപശകുനങ്ങളാണ്. ഈ രാക്ഷസ വംശത്തെ നശിപ്പിക്കാൻ ആണ് നിൻ്റെ തയ്യാറെടുപ്പ്. രാക്ഷസവംശത്തെ നശിപ്പിക്കാനാണ് ഭഗവാൻ രാമനായിട്ട് അവതരിച്ചിരിക്കുന്നത്. നീ അദ്ദേഹത്തിനൊരു വഴി തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് മാല്യവാൻ്റെ ഉപദേശം. അതുകൊണ്ട് ഈ മൂഷികനും മാർജാരനും തമ്മിലുള്ള കലഹം, പശുക്കൾ ചോര ചുരത്തുന്ന അവസ്ഥ എല്ലാം അവിടെ മാല്യവാൻ ഒരു അപശകുനമായിട്ട് പറയുന്നുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ നീ ചെയ്യേണ്ടത് സീതാദേവിയെ തിരിച്ചുകൊണ്ട് ഏൽപ്പിച്ച് മാപ്പ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ രാവണന് ഉപദേശം കിട്ടുന്നുണ്ട് ധാരാളം. അപ്പോൾ ഈ സ്വന്തം കർമ്മം കൊണ്ട് നശിച്ച ഒരാളെ എത്ര ഉപദേശം ചെയ്താലും അയാൾ രക്ഷപ്പെടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് രാവണൻ്റെ കഥ. മാല്യവാനോട് രാവണൻ ചോദിക്കണമുണ്ട്, നിങ്ങൾക്ക് കൂറിവിടെയും ചോറിവിടെയും കൂറെവിടെയാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് രാവണൻ. എന്നുവെച്ചാൽ എനിക്ക് സംശയം, രാമൻ നിങ്ങളോട് എന്തോ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, എന്തോ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുണ്ട്, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇത്രയും തരാമെന്നോ, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി രാമനെ ഇങ്ങനെ പുകഴ്ത്തേണ്ട ആവശ്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത് രാവണൻ. എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന നിങ്ങൾ എന്തിനാണ് അനാവശ്യമായി രാമനെ പുകഴ്ത്തുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പം മാല്യവാനോടും രാവണൻ അത് തന്നെ ചോദിച്ചു. അപ്പോൾ അതാണ് ഈ രാവണൻ എന്നുള്ളത്. 10 തലയുണ്ട് അദ്ദേഹത്തിന്, നമുക്കറിയാം. എന്നുവെച്ചാൽ 10 തലയുടെ ബുദ്ധി ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ നല്ലവനോ സൽക്കർമ്മം ചെയ്യുന്നവനോ ആകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് രാവണൻ. അദ്ദേഹത്തിന് സൽക്കർമ്മം ചെയ്യാൻ ഒരുപാട് അവസരം ഉണ്ടായിരുന്നു. മഹാദേവൻ്റെ പ്രസിദ്ധനായിട്ടുള്ള ഭക്തനാണ്. മഹാദേവൻ്റെ ഭക്തനായിരിക്കെ ഒരാൾക്ക് എങ്ങനെ ദുഷ്കർമ്മം ചെയ്യാൻ സാധിക്കണത്? അപ്പോൾ ആ ഭക്തി രാജസഭക്തിയായിരുന്നു. തൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി തന്നേക്കാൾ മുതിർന്ന അല്ലെങ്കിൽ തനിക്കപ്പുറമുള്ള ഒരു ശക്തിയെ ആശ്രയിക്കുക എന്ന സങ്കല്പത്തിൽ മാത്രമാണ് അദ്ദേഹം മഹാദേവനെ ആശ്രയിച്ചത്, അല്ലാണ്ട് പരമഭക്തി കൊണ്ടല്ല. നേരത്തെ പറഞ്ഞതുപോലെ ആ ഉദ്ദേശശുദ്ധി ഇല്ല അദ്ദേഹത്തിന്. അപ്പോൾ അവിടെ തന്നെ രാവണൻ്റെ 10 തല ഉണ്ടായിട്ട് കാര്യമില്ല എന്നർത്ഥം. നമുക്കൊരുപാട് തലച്ചോറുണ്ടായിട്ട് കാര്യമില്ല. ആ തലച്ചോറിൽ വ്യക്തമായിട്ടുള്ള തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള ബോധ്യം ഉണ്ടാവണം. സീതാദേവിയേക്കാൾ സുന്ദരി ലോകത്തിൽ ആരുമില്ല എന്ന് കണ്ടിട്ടാണ് അദ്ദേഹം അപഹരിച്ചു കൊണ്ടുപോകുന്നത്. അതും തൻ്റെ സഹോദരിയെ ഈ സീതാദേവിയുടെ ഭർത്താവ് അപമാനിച്ചു എന്ന പേരിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള വിചാരങ്ങളൊക്കെ ബുദ്ധിയില്ലായ്മ കൊണ്ടുണ്ടാവുന്നതാണ്. എന്നിട്ടും ആലോചിക്കണം നമ്മളിപ്പോൾ ഈ കുറച്ചു നേരം കേട്ട കഥയിൽ തന്നെ അനവധി ആൾക്കാർ ചെന്ന് രാവണനെ ഉപദേശിക്കുന്നുണ്ട്. ഇതിനു പുറമെ ഹനുമാൻ സ്വാമികളും മറ്റും ഉപദേശിക്കുന്നത് വളരെ പ്രസിദ്ധമാണ്. പക്ഷെ അതുകൊണ്ടൊന്നും രാവണന് തൻ്റെ മരണത്തെ അല്ലെങ്കിൽ മൃത്യുവിനെ തടുക്കാൻ പറ്റിയില്ല. അതൊന്നാമത് ഈശ്വരഹിതമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ലങ്കയിലേക്ക് പുറപ്പെടുന്ന രംഗത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമസ്കാരം.